ആഡംബര കാറുകളിലെ പ്രമാണിയായ റേഞ്ച് റോവറിന്റെ നിർമ്മാണം ഇനി മുതൽ ഇന്ത്യയിൽ. ടാറ്റ മോട്ടോഴ്സിന്റെ പൂനെ പ്ലാന്റിലാണ് മെയ്ഡ് ഇൻ ഇന്ത്യ റേഞ്ച് റോവർ കാറുകൾ പിറക്കുക. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് റേഞ്ച് റോവർ കാറുകൾ മറ്റൊരു രാജ്യത്ത് നിർമ്മിക്കുന്നത്. ഇത് ഏതൊരു വാഹന പ്രേമിക്കും സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഐക്കോണിക് കാറുകളായ റേഞ്ച് റോവർ സ്പോർട്ട് എന്നിവയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള ജാഗ്വർ ലാൻഡ് റോവർ നിർമ്മിക്കുക. റേഞ്ച് റോവർ വേലാർ, ഇവോക്ക്, ജാഗ്വർ എഫ് പേസ്, ഡിസ്കവറി സ്പോർട്ട് മോഡലുകളും പൂനെ പ്ലാന്റിൽ അസംബിൾ ചെയ്യും. 1970 മുതൽ ബ്രിട്ടനിലെ സോളിഹള്ളിയിൽ നിർമ്മിക്കുന്ന റേഞ്ച് റോവർ സ്പോർട്ടും ആദ്യമായി ബ്രിട്ടന് പുറത്ത് നിർമ്മിക്കുന്നതോടെ 54 വർഷത്തെ ചരിത്രമാണ് ഇന്ത്യ മാറ്റിക്കുറിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ തന്നെ കാറുകൾ വിതരണത്തിന് എത്തുമെന്ന് JLR മാനേജിംഗ് ഡയറക്ടർ രാജൻ അമ്പ അറിയിച്ചിട്ടുണ്ട്. ആഡംബര വാഹന നിർമ്മാതാക്കളുടെ ഇടയിൽ ഏറ്റവും ജനപ്രിയ ബ്രാൻഡാണ് JLR. ബിസിനസ്സുകാർക്കിടയിലും സെലിബ്രിറ്റികൾക്കിടയിലും വലിയ ഫാൻ ബേസ് ഉള്ള ബ്രാൻഡാണിത്. ഏതൊരു സെലിബ്രിറ്റിയും ആദ്യം സ്വന്തമാക്കുന്ന ആഡംബര വാഹനം ഏതെന്ന് ചോദിച്ചാൽ അത് റേഞ്ച് റോവർ തന്നെയായിരിക്കും. ഇത്രയും ജനപ്രിയമായ റേഞ്ച് റോവർ മെയ്ഡ് ഇൻ ഇന്ത്യ റേഞ്ച് റോവർ ആകുന്നതോടെ 18 മുതൽ 22% വരെ വിലക്കുറവാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 3.3 കോടിയുണ്ടായിരുന്ന റേഞ്ച് റോവർ ഇനി മുതൽ 2.6 കോടി രൂപയ്ക്ക് സ്വന്തമാക്കാം. റേഞ്ച് റോവർ സ്പോർട്ടിന്റെ വില 1.8 കോടിയിൽ നിന്നും 1.4 കോടിയിലേക്കും താഴും. 1/2 കോടിയോളം രൂപയുടെ മാറ്റമെന്ന് സാരം. 2008 ടാറ്റ ജാഗ്വർ ലാൻഡ് റോവർ ഏറ്റെടുത്തത്. കഴിഞ്ഞ വർഷം 4436 കാറുകളാണ് ജാഗ്വർ ലാൻഡ് റോവർ ഇന്ത്യയിൽ വിറ്റഴിച്ചത്. അതായത് റീറ്റെയിൽ വിൽപ്പനയിൽ 81% വർധനവാണ് JLR രേഖപ്പെടുത്തിയത്. ഈ വർധനവ് തന്നെയാണ് റേഞ്ച് റോവർ ഉത്പാദനം ഇന്ത്യയിലേക്കെന്ന ആശയത്തിന് പിന്നിലെ പ്രധാന ഘടകം. ഇന്ത്യൻ വിപണിയിലുള്ള ആത്മവിശ്വാസമാണ് ഈ നിർണായക തീരുമാനത്തിന് പിന്നിലെന്ന് ടാറ്റ സൺസ് ചെയർമാൻ N ചന്ദ്രശേഖരൻ പറഞ്ഞു. ആഡംബര കാറുകൾ നേരിട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ 100% നികുതിയാണ് ഇന്ത്യ ചുമത്തുന്നത്. ഇതും മെയ്ഡ് ഇൻ ഇന്ത്യ റേഞ്ച് റോവർ യാഥാർത്ഥ്യമാകാനൊരു കാരണമാണ്.